Hi friends, welcome to my channel Civil Tips and Tricks for Civil Engineers. എൻ്റെ ഈ വീഡിയോ സിവിൽ എഞ്ചിനീയറിംഗ് പരമായിട്ടും പിന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിനും നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ നിങ്ങൾക്കിപ്പോൾ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് വന്നിട്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് വരുന്നതാണ്. ഓക്കെ, ഞാനൊരു സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് അധികം ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ ക്ലാസ് കണ്ടിട്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. ഓക്കെ, ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പ്രത്യേകം ഇട്ടാൽ മതി, ഞാൻ അതിനുള്ള ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടിടാം. ഓക്കെ, കെമിക്കൽ എഞ്ചിനീയറിംഗിലെ പാർട്ടിക്കിൾ ക്ലാസ് ക്യാരക്ടറൈസേഷനും പിന്നെ വന്നിട്ട് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷനും ആണ് നിങ്ങൾക്ക് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പാർട്ടിക്കിൾ ക്യാരക്ടറൈസേഷൻ കാണാം, പിന്നെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് കാണാം. ഓക്കെ, പാർട്ടിക്കൽ ടെക്നോളജി ആൻഡ് മെക്കാനിക്കൽ ഓപ്പറേഷൻസ്. ഓക്കെ, പാർട്ടിക്കൽ ടെക്നോളജിയിൽ മെക്കാനിക്കൽ ഓപ്പറേഷനും ആണ് ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതിൽ വരുന്നതാണ് പാർട്ടിക്കൽ സോളിഡ്സ്. ഓക്കെ, ഈ പാർട്ടിക്കൽ സോളിഡ്സിൽ വന്നിട്ട് ഇപ്പം നമുക്ക് എന്താ പറയുക, ഒരുപാട് കമ്പനീസിലൊക്കെ നമ്മൾ വർക്ക് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു കമ്പനീസിലൊന്ന് പെയിന്റ് ഫാക്ടറി ആവാം, ക്ലേ ഫാക്ടറി ആവാം. എൻ്റെ ഹസ്ബൻഡ് വന്ന് ക്ലേ ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഉള്ള ഫാക്ടറീസിൽ വന്നിട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് ക്ലേയിലാണ് തന്നെ അത് ചെയ്യുന്നത്. ആ ഒരു ക്ലേയിൽ തന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ക്ലേ തന്നെയാണ്, ക്ലേയിൽ ഒരുപാട് മഡ് കാണും, അതൊക്കെ ഓരോ പാർട്ടിക്കിൾ ആയിട്ട് വരും. ഓക്കെ, അപ്പം ഈ ഒരു പാർട്ടിക്കിൾ ഒന്ന് ഒരുപാട് ചെറിയ ഡയമീറ്റർ ആയിരിക്കും. അപ്പം ഈ ഡയമീറ്റർ ഉള്ള പാർട്ടിക്കിളിൽ വന്നിട്ട് നമുക്ക് എന്താ പറയാ, ഒരു സ്പെരിക്കൽ ഡയമീറ്റർ ആയിട്ട് വന്ന് കമ്പയർ ചെയ്യാം. മീൻസ് ആ ഒരു ഡയമീറ്റർ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാത്തതാണെങ്കിൽ ഈ എന്താ പറയാ, സ്പെരിക്കൽ ആയിട്ടുള്ള സെയിം സൈസിൽ സ്പെരിക്കൽ ആയിട്ടുള്ള ഡയമീറ്റർ ആയിട്ട് ഈ ഒരു ഡയമീറ്റർ കമ്പയർ ആണ്. അപ്പൊ ഈ ഒരു ഡയമീറ്ററിന് പറയുന്നത് ഫ്രെഡ്സ് ഡയമീറ്റർ. നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. ഇത് വന്നിട്ട് എന്താ പറയാ, മെയിൻ ആയിട്ട് ഇതില് 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത്. ഒന്ന് വന്ന കോമ്പോസിഷൻ, പിന്നെ സൈസ്, ഷേപ്പ്. ഓക്കെ, പിന്നെ വന്നിട്ട് ഈ ഒരു സിസ്റ്റം വന്നിട്ട് നെസസറി ടു ഡിഫൈൻ സിസ്റ്റം ആസ് എ ഹോൾ. ഒരു എന്താ പറയാ, ഹോൾ ആയിട്ട് ഒരു സിസ്റ്റം ആയിട്ട് വന്നിട്ട് നമ്മൾ മാറ്റിയെടുക്കണം. ഓക്കെ, പിന്നെ വന്നിട്ട് thus the place of particle size, it is necessary to know the distribution of particle size mixture safe to define the definite mean size. Okay, means എന്താ പറയാ, നമുക്ക് വന്നിട്ട് പാർട്ടിക്കിൾ സൈസും അതിനെ പറ്റിയുള്ള ഡിസ്ട്രിബ്യൂഷനും പിന്നെ മീൻ സൈസും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്നാലേ നമുക്ക് ഈ പാർട്ടിക്കിൾ സൈസിനെ പറ്റി നമുക്ക് എന്താ പറയാ, നമുക്ക് പഠിക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാവത്തുള്ളൂ. ഓക്കെ, ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ വലിയ പാടായിട്ടായിരിക്കും തോന്നുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനേ ഇല്ല, പക്ഷെ നമ്മൾ ഇത് മെയിൻ ആയിട്ട് പഠിച്ചേ പറ്റൂ. ഓക്കെ, അടുത്തത് വരുന്നതാണ് പാർട്ടിക്കിൾ ക്യാരക്ടറൈസേഷൻ. ഓക്കെ, ഒരു സിംഗിൾ പാർട്ടിക്കിൾ ഉണ്ടല്ലോ, ഈ ഒരു സിംഗിൾ പാർട്ടിക്കിൾ വന്നിട്ട് ഈ സിംഗിൾ പാർട്ടിക്കിളിന്റെ അതേ സൈസിലെ ഒരു സ്പിയർ ആയിട്ട് വേണം ഇത് കമ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, ഈക്വലന്റ് സൈസിലെ സ്പിയറും ഡിഫറെന്റ് ഷേപ്പിലാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഡിഫറെന്റ് ഷേപ്പിലായ ആ ഒരു എന്താ പറയാ പാർട്ടിക്കിളും പിന്നെ അതിന്റെ അതേ സൈസിലുള്ള സ്പിയറുമായിട്ട് വേണം ഇത് കമ്പയർ ചെയ്യാൻ. ഇതിന് വന്നിട്ട് സെവറൽ ഇതിന്റെ മെഷർമെന്റ്സ് വന്നിട്ട് ഈക്വൽ ആവേണ്ട ആവശ്യമില്ല, പക്ഷെ നമുക്ക് ഈക്വൽ ആക്കി എടുക്കണം. പിന്നെ വന്നിട്ട് ഇത് ഈ ഫ്രെഡ്സ് ഡയമീറ്റർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടിക്കിളിന്റെ രണ്ട് എന്താ ടാൻജന്റ് ഉണ്ട്, ഇവിടെ ഒരു ടാൻജന്റ്, ഈ ഒരു ടാൻജന്റ്. ഓക്കെ, ഈ ഒരു രണ്ട് ടാൻജന്റ് ഇടയ്ക്ക് വെച്ച് വരുന്ന ആ ഒരു വലിയ ഒരു ഡയമീറ്റർ ഉണ്ടല്ലോ, അതിന് പറയുന്നതാണ് ഫ്രെഡ്സ് ഡയമീറ്റർ. ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെ തന്നെ ആ ഫ്രെഡ്സ് ഡയമീറ്റർ രണ്ട് ടാൻജന്റ് വരച്ചിട്ട് അതിന്റെ ഇടയ്ക്ക് വരുന്ന ആ ഒരു ഡിസ്റ്റൻസിൽ പറയുന്നതാണ് ഫ്രെഡ്സ് ഡയമീറ്റർ. ഓക്കെ, ഇതായിരിക്കും വന്നിട്ട് നമ്മൾ പാർട്ടിക്കിൾ സൈസിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, റെസ്പെക്റ്റീവ് ഓറിയന്റേഷൻ എങ്ങനെയാണ് എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പാർട്ടിക്കിൾ ഷേപ്പ് വന്നിട്ട് നമ്മൾ സ്പെരിസിറ്റി ആയിട്ട് വേണം നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ സർഫസ് ഏരിയ ഓഫ് ദ സ്പിയർ ഓഫ് വോളിയം ആസ് ദ പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ ഓഫ് പാർട്ടിക്കിൾ. ഓക്കെ, സ്പെരിസിറ്റി ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ dp divided by sp divided by vp. ഈ sp എന്ന് പറഞ്ഞാൽ എന്താ, സർഫസ് ഏരിയ ഓഫ് പാർട്ടിക്കിൾ. പിന്നെ v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് ദ പാർട്ടിക്കിൾ. ഓക്കെ, dp എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ പാർട്ടിക്കിൾ. ഓക്കെ,
പിന്നെ വന്ന് SP/VP വന്നിട്ട് സർഫസ് വോളിയം റേഷ്യോ ആണ് പറയുന്നത്. ഓക്കെ, അടുത്തത് വരുന്നതാണ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ. പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷനിൽ വന്നിട്ട് ഒരുപാട് കിട്ടുന്ന ഒരു പെയിന്റിന്റെ പ്രോഡക്റ്റിൽ വന്നിട്ട് ഒരുപാട് റേഞ്ചസ് ഓഫ് സൈസസ് കാണും. ഓക്കെ, അപ്പൊ ഈ ഒരു സൈസിൽ വന്നിട്ട് ഇത് ക്യുമുലേറ്റീവ് മാസ് ഫ്രാക്ഷനിലോട്ട് അത് റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, അതാണ് ഈ ഒരു പിക്ചർ കാണിച്ചത്. ഇപ്പൊ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ഓക്കെ, ആ ഒരു കർവിലോട്ട് വേണം ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം എക്സ് ആക്സിസിൽ വന്നിട്ട് എക്സ് ആയിരിക്കും. ഓക്കെ, എക്സ് ആക്സിസ് അല്ല, വൈ ആക്സിൽ വന്ന് എക്സ് ആയിരിക്കും. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, പ്രപ്പോർഷൻ ഓഫ് പാർട്ടിക്കിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ വന്നിട്ട് സൈസ് വന്നിട്ട് ഡി ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് തന്നെയായിരിക്കും എന്തായിരിക്കും ഇതിന്റെ അടുത്ത കർവ് കാണിച്ചിരിക്കുന്നത്, ഫ്രീക്വൻസി ഡെൻസിറ്റി കർവ്. ഓക്കെ, അത് വന്നിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു എക്സ് ആണല്ലോ കാണിച്ചിരിക്കുന്നത്, ഈ എക്സിന്റെ ഡിഫറൻസിയേഷൻ ആണ് വന്നിട്ട് ഫ്രീക്വൻസി ഡെൻസിറ്റി എന്ന് വരുന്നത്. ഓക്കെ, അപ്പം ഫ്രീക്വൻസി ഡെൻസിറ്റി പിന്നെ വന്നിട്ട് ക്ലാസ് ബൗണ്ടറി ആയിരിക്കും. ക്ലാസ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഡി തന്നെ, പാർട്ടിക്കിൾ സൈസ് തന്നെ ആയിരിക്കും കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വന്നിട്ട് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷന്റെ കർവ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, മീൻ സൈസ് ഓഫ് പാർട്ടിക്കിൾ ആണ് അടുത്തത് വരുന്നത്. ഓക്കെ, ഇപ്പൊ കാണിച്ചത് നമ്മൾ നേരത്തെ നോക്കിയല്ലോ, അതിന്റെ മീൻ സൈസ് ആണ് നമ്മൾ എന്താ പറയാ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് വന്നിട്ട് ഒരു ക്യാരക്ടറിസ്റ്റിക് പവർ ആയിട്ടായിരിക്കും ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വന്നിട്ട് ഇതിന് ഡിഫൈൻ ദ സൈസ് ഓഫ് പാർട്ടിക്കിൾസ് സച്ച് ആസ് മാസ്, സർഫസ് ഏരിയ, ലെങ്ത് ഈസ് ദ മെയിൻ വാല്യൂ ഓഫ് ഓൾ പാർട്ടിക്കിൾ അസ്യൂംഡ് ദാറ്റ് ഈച്ച് പാർട്ടിക്കിൾ ഹാസ് സെയിം ഷേപ്പ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എന്താ പറയാ, ഈ ഫ്ലൂയിഡിൽ വന്നിട്ട് എന്തൊക്കെയായിരിക്കും, ഒരുപാട് ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ് കാണത്തില്ല. അപ്പം അതിന്റെ മാസ്, സർഫസ് ഏരിയ, ലെങ്ത് ഒക്കെ വന്നിട്ട് അതിന്റെ ഒരു മീൻ വാല്യൂ എടുക്കുക. മീൻസ് അതിന്റെ എല്ലാത്തിന്റെയും ഓക്കെ ഒരു മീൻ വാല്യൂ എടുക്കുക. കൺസിഡർ യൂണിറ്റ് മാസ് ഓഫ് പാർട്ടിക്കിൾ n1 particles of characteristic dimension n d1 considering mass fraction x2 n2 particles of size d2 and so on. Okay, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, എന്താ പറയാ, ഒരു യൂണിറ്റ് മാസ് പാർട്ടിക്കിളുടെ വന്നിട്ട് n1 പാർട്ടിക്കിളുടെ ക്യാരക്ടറിസ്റ്റിക്സും അതിന്റെ ഡയമെൻഷൻ d1ഉം പിന്നെ വന്നിട്ട് മാസ് ഫ്രാക്ഷൻ x2യും n2യും പിന്നെ വന്നിട്ട് പാർട്ടിക്കിൾ സൈസ് d2യും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അങ്ങനെ ആവുമ്പം x1 ഈക്വൽ ടു n1 k1 d1 ദ ഹോൾ ക്യൂബ് ഇൻറ്റു റോ എസ്. ഈ റോ എസ് എന്താണ്, ഈ ഒരു എന്താ പാർട്ടിക്കിളുടെ ഡെൻസിറ്റി ആണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് സമ്മേഷൻ x1 ഈക്വൽ ടു റോ എസ് k1 സമ്മേഷൻ n1 d1 the whole cube. ഓക്കെ, ഇതൊന്നും അങ്ങനെ പഠിക്കണ്ട, ഈ രണ്ട് ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി. x1 ഈക്വൽ ടു n1 k1 d1 the whole cube റോ എസ് പഠിക്കണം. പിന്നെ വന്നിട്ട് n1 ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ റോ k1 ഇൻറ്റു x1 ഡിവൈഡഡ് ബൈ d1 the whole cube. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോകാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. If particle distribution can be represented by a continuous function. Okay, ഒരു എന്താ പറയാ, സൈസ് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ട് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിട്ട് വന്നിട്ട് അത് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ dx ഈക്വൽ ടു റോ എസ് k1 d ക്യൂബ് dn. ഓക്കെ, ഈ d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫ്രെഡ്സ് ഡയമീറ്റർ ആണ് കേട്ടോ. പിന്നെ വന്ന് dx ബൈ dn എന്താണെന്ന് അറിയാലോ, അത് ഡിഫറൻസിയേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ dx ബൈ dn മീൻസ് ആ ഒരു dn ഉണ്ടല്ലോ, അത് dxന്റെ അടിയിലോട്ട് വരുമ്പോ ഈ ഒരു ഇക്വേഷൻ എങ്ങനെയായിരിക്കും, റോ എസ് k1 d ക്യൂബ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഈ ഇന്റഗ്രൽ ഇത് ഇന്റഗ്രൽ ചെയ്യണം. എന്തായിരിക്കും ഇന്റഗ്രൽ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ 1 ഉണ്ടല്ലോ, എന്താണ് dx ഈക്വൽ ടു റോ എസ് k1 d ക്യൂബ് dn വന്നിട്ട് അത് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പം 0 to 1 dx equal to 1 ആയിരിക്കും, equal to rho p k1 integral d cube dn ആയിരിക്കും വരുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ സൈസിനെ വെച്ചിട്ടാണ് കണ്ടത്, ഇനി നമ്മൾ വോളിയൂമിനെ വെച്ചിട്ടായിരിക്കും കാണുന്നത്. ഈ k വന്നിട്ട് നമ്മുടെ പാർട്ടിക്കിൾ സൈസിനെ ഡിപ്പെൻഡന്റ് ആയിട്ട് അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ വരുന്നതാണ് മീൻ സൈസ് ബേസ്ഡ് ഓൺ വോളിയൂം. ഓക്കെ, അപ്പൊ dv എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
എന്താണ് വോളിയൂമിന്റെ ഡിഫറൻസിയേഷൻ. ഓക്കെ, അത് വന്നിട്ട് വോളിയൂം ഡയമീറ്റർ അല്ലെങ്കിൽ അത് മാസ് വി ഡയമീറ്റർ എന്നാണ് ഡി വിക്ക് പറയുന്നത്. ഡി വി ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 1 ബൈ സമേഷൻ ഓഫ് x1 ബൈ d1 ദ ഹോൾ ക്യൂബ് ആയിട്ട് വരും. ഓക്കെ, ഹോൾ ക്യൂബ് അല്ല, d1 ക്യൂബ് ആണ്. ഓക്കെ, അടുത്തതിലോട്ട് പോകാം. മീൻ സൈസിനാണ് ഇത് ബേസ്ഡ് ആണെങ്കിൽ ഡി എസ് വന്നിട്ട് മീൻ സൈസ് ഡയമീറ്റർ. ഓക്കെ, അപ്പം ഡി എസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ് summation of x1 divided by d1 divided by summation of x1 divided by d1 whole cube. Okay, d1 cube whole cube അല്ല d1. Okay, d1 cube. അടുത്തതിലോട്ട് പോകാം കേട്ടോ. അടുത്ത് വരുന്നതാണ് മീൻ സൈസ് ബേസ്ഡ് ഓൺ ലെങ്ത്. മീൻ സൈസ് ബേസ്ഡ് ഓൺ ലെങ്ത് വന്നിട്ട് ഈ ഒരു എന്താ പറയുക ഡി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലെങ്ത് ഡയമീറ്റർ അല്ലെങ്കിൽ അതിന് വേറൊരു പേരാണ് അരിത്തമാറ്റിക് മീൻ ഡയമീറ്റർ. ഓക്കെ, അപ്പൊ ഡി ഐ ഈക്വൽ ടു സമേഷൻ x1 ഡിവൈഡഡ് ബൈ d1 സ്ക്വയർ ഡിവൈഡഡ് ബൈ സമേഷൻ x1 ഡിവൈഡഡ് ബൈ d1 ക്യൂബ്. ഓക്കെ, എന്റെ ക്ലാസ് നിങ്ങൾക്കൊക്കെ നല്ല ബോറിംഗ് ആയിട്ടുണ്ടാവും എന്നാ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേ പഠിപ്പിക്കുന്നുള്ളൂ. കുറച്ചായിട്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വന്നിട്ട് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് അപ്പൊ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പർട്ടിക്കുലർ സോളിഡ്സ് ഇൻ ബൾക്ക്, പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, എനർജി സൈസ് റിഡക്ഷൻ ആണ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. നന്നായിട്ട് പഠിക്കണം. എന്തായാലും കെമിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തേ പറ്റൂ കേട്ടോ. അപ്പം നമ്മൾ ഇച്ചിരി സീരിയസ് ആയിട്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ് നോക്കണം. ഓക്കെ, ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാണെന്നറിയാവോ? നമ്മുടെ മനസ്സിലുള്ള ടെൻഷൻ എല്ലാം കളഞ്ഞ് നമ്മൾ ഈ ഒരു എന്താ പറയാ കെമിക്കൽ എഞ്ചിനീയറിംഗിലോട്ട് നോക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു പടം കൂടെ ഇട്ടിരിക്കുന്നത്. ഓക്കെ.